ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ വേണ്ടും വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചില തെറ്റായ ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ അവർ ഉയർത്തിയെന്ന് വന്നേക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഭാരപ്പെടേണ്ട കേട്ടോ. മനുഷ്യരെല്ലാം നിങ്ങളെ എതിർത്താലും ആരോപണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ തുടക്കം ദൈവം എപ്പോഴും കരുതിയിട്ടുണ്ട്. മോശയുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കിയത് ആര് എന്നുള്ള ചോദ്യം തൻ്റെ ജനത്തിൽ നിന്ന് തന്നെ നേരിട്ടപ്പോൾ മോശയ്ക്ക് മിസ്രൈമിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. താൻ ആ ദേശം വിട്ട് ഓടിപ്പോയി. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: താൻ ഒരിക്കൽ ഓടിപ്പോയ അതേ മിസ്രൈമിലേക്ക് ദൈവം തന്നെ മടക്കി അയക്കുക. ആരോപണങ്ങൾക്ക് പിന്നീട് മറുപടി പറയുന്നത് മോശയല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് എനിക്ക് പങ്കുവെക്കാനുള്ള ആലോചനയും അതുതന്നെയാണ്. നിങ്ങളുടെ ഇന്നലകളിൽ പരാജയവും തോൽവിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായേക്കാം. ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരിക്കാം. എന്നാൽ ദൈവമുഖത്തേക്കൊന്ന് നോക്കിയേ, ദൈവം നിങ്ങൾക്കൊരു പുതിയ ചാപ്റ്റർ ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം. ഒന്നും തീർന്നിട്ടില്ല കേട്ടോ. എവിടെ നീ തലകുനിച്ചിറങ്ങിപ്പോയോ അവിടേക്ക് ദൈവം നിന്നെ മടക്കി അയക്കും. ഇത് വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. വിശ്വസിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.